എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയായിരുന്നേ. പിന്നെ തേജൂസും അല്ലൂസും ഒക്കെ കിട്ടിയ കളിപ്പാട്ടം നോക്കി ഇരുന്ന് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും. പിന്നെ സൂര്യ മാളു ബാക്കി എല്ലാരും കൂടിയിട്ട് ബാക്കിയുള്ള പർച്ചേസ് ഒക്കെ നടത്തണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഇത് ഞാൻ തുമ്പിക്ക് വാങ്ങിയതായിരുന്നേ. കാരണം തുമ്പിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ട ഭയങ്കര ഇഷ്ടം. അതിനോടൊക്കെ നോക്കി സംസാരിക്കാറുണ്ട് ആള്. അങ്ങനെ അമ്പലത്തിലെ തൊഴിലും പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടുട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് സാധനങ്ങളോട് വാങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾ, മാങ്ങ, നെല്ലിക്ക, ചോളം അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മാളുനാണെങ്കിൽ വായിൽ വെള്ളം വന്നിട്ട് കവർ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചിട്ടാ. ഉപ്പിലിട്ട പൈനാപ്പിൾ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് റൗണ്ട് പൈനാപ്പിൾ തിന്ന് തീർത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ റൂമിലെത്തിയിട്ടോ. കുറച്ചേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം അവിടുത്തെ ചേട്ടന്റെ മോളിലെ എൻഗേജ്മെന്റ് ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞിട്ടായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ ഞങ്ങൾ ചോറ് എന്തെങ്കിലും കഴിക്കാന്നിട്ട് വിചാരിച്ചത് എല്ലാവരും. ഏകദേശം ഒരു 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊന്നും അധികം ചോറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വനിതാ ഹോട്ടൽ കണ്ടുട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഞങ്ങൾ കയറി. പിന്നെ അവിടെ റോഡ് സൈഡിൽ കുറച്ച് പട്ടിക്കുട്ടികളെ കണ്ടുട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കോഴിക്കോട് എത്താറായപ്പോ വൈശാഖന്റെ കൊടുവള്ളിക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ നേരെ പോവാ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആവട്ടോ. എനിക്ക് ജോലിയുണ്ട്, തേജുവിന് ക്ലാസ് ഉണ്ട്. തുമ്പിക്കും അല്ലൂസിനാണെങ്കിൽ ഭയങ്കര വിഷമട്ടോ. കാരണം ഇത്ര നേരം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ. പെട്ടെന്ന് പോകുമ്പോ ഒരു എന്താ പോലെ വിഷമട്ടോ. എല്ലാവർക്കും ഉണ്ട് അതേ. തുമ്പിക്ക് കൂടുതലും വിഷമം അവളുടെ അമ്മമ്മേനാക്കി പോണേലാട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഈ വണ്ടി തന്നെ കയറി. അവരങ്ങോട്ടും പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടും പോന്നിട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കുറ്റിപ്പുറത്തിപ്പോ ചായ കുടിക്കാൻ കയറിട്ടോ. ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആയിണ്ടാവും. ഉച്ചത്തെ ഫുഡ് തന്നെ ലേറ്റ് ആയിട്ട് കഴിച്ചോണ്ട് തന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. സാധാരണ കോഴിക്കോട് നിന്ന് ഇവര് പോകുമ്പോ പെരുമ്പലാവ് വഴിയായിട്ട് പോവാറ്. ഇന്നിപ്പോ ഞങ്ങളെ ആക്കാൻ വേണ്ടിട്ട് കുമ്പടി വഴി കയറുക ചെയ്തത്. പിന്നെ കൂറ്റനാട് എത്തിയപ്പോ കുറച്ച് പച്ചക്കറി വാങ്ങണ്ടായിരുന്നേ. അവിടുന്ന് ഒരു അരിനെല്ലിക്ക് എടുത്ത് കഴുകിയിട്ട് ഞാൻ തേജുവിന് കൊടുത്തിട്ടോ. തേജുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ? അതേ എക്സ്പ്രഷൻ നിങ്ങൾക്ക് സൂര്യയുടെ മുഖത്തും കാണട്ടോ. അമ്മടല്ലേ മോൻ. സംഭവം അവർ രണ്ടുപേരും എക്സ്പ്രഷന്റെ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളെല്ലാരും കഴിച്ചു നോക്കി. അരിനെല്ലിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഒരു 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും പാടെ നേരെ വീട്ടിലെത്തിട്ടോ. അവരാരും കയറാൻ നിന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി ലേറ്റ് ആയില്ലോ. ഇനിയിപ്പോ കുട്ടിക്കും വയ്യാണ്ടാവില്ല. പിന്നെ എല്ലാരും ടയർഡും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവര് നേരെ വീട്ടിലേക്ക് പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയപ്പോ ഒരു ആകെ ഒരു മൂകത കേട്ടോ. കാരണം 2 ദിവസം എല്ലാരും കൂടി ഒപ്പം ഉണ്ടായിരുന്നല്ലേ. ഇനി നാളെ മുതൽ എനിക്ക് ജോബ്, അതുപോലെ തന്നെ തേജുവിന് ക്ലാസ്, പിന്നെ സൂര്യക്ക് അതിന്റേതായ കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമല്ലോ. ഞാനും സൂര്യാണെങ്കിൽ പുറത്ത് അതും പറഞ്ഞിട്ട് കുറച്ചേരം നിൽക്കുമായിരുന്നേ. പിന്നെ തേജുവിനാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ആൾക്ക് വേറെ ഒന്നുമല്ല കേട്ടോ. പുതിയ കാറ് വാങ്ങിയല്ലോ. അതിന്റെ കവറവൻ വന്നപാടന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അതിന് 4 റൗണ്ട് ഓടിച്ചാലിട്ട് അവന് സമാധാനമുള്ളൂ. അതിന്റെ ഹാപ്പിനെസ് തേജുവിന്റെ മുഖത്ത് നിങ്ങൾക്ക് പ്രത്യേകം കാണാട്ടോ. എന്തായാലും തേജു ഹാപ്പി ആയി കഴിഞ്ഞാൽ ഞങ്ങളും ഹാപ്പിയാണ്. കാരണം അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണത്. പിന്നെ വാങ്ങിയ കാർ എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. നല്ല വണ്ടിയായിരുന്നു. തീയും പുകയൊക്കെ പോകണ്ടേ. അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫയറൊക്കെ കാണാണ്ടിട്ട് മൊത്തത്തില്. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. എല്ലാവർക്കും ബൈ.